ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും, അതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇത്. മറ്റൊന്നുമല്ല, എൻ്റെ കോഴിയുടെ കണ്ണ് പഴുപ്പ് കൊണ്ട് ഫുൾ മൂടിപ്പോയിട്ടുണ്ട്. ഡോക്ടറെ വിളിച്ച കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ ഇപ്പോൾ അവധി ആയതുകൊണ്ട് എൻ്റെ കൂടെ തന്നെ അത് ചെയ്തു കൊടുക്കാനാണ് പറഞ്ഞത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ നിർദ്ദേശപ്രകാരമാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത്. അത് നനഞ്ഞ തുണി കൊണ്ട് നനഞ്ഞല്ല കേട്ടോ, കോട്ടൺ തുണി കൊണ്ട് അത് നന്നായിട്ട് കണ്ണ് വൃത്തിയാക്കി പഴുപ്പ് പുറത്തെടുക്കാനാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതിന് ചെയ്യാൻ കുറച്ച് മടിയുണ്ടെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അതിനെ കാണുമ്പം തന്നെ എന്തോ ഒരു വിഷമം എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഇനി അതിലേക്ക് മരുന്നിറ്റിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ മരുന്നിറ്റിക്കുക എന്ന് വെച്ചാൽ ഞാനിവിടെയുള്ള ഒരു മരുന്ന് ഞാനിട്ട് ഡോക്ടർക്ക് ഫോട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, കണ്ണിലിറ്റിക്ക് നമുക്കെല്ലാം തരുന്ന മരുന്ന്. അപ്പോൾ അത് തന്നെ മതിയെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ അതിൻ്റെ കണ്ണ് ക്ലീൻ ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, പോയി ചെറുതായിട്ട് കണ്ണ് തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റാത്തത് വേറൊന്നല്ല, മോളാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവൾക്കിത് കാണുമ്പോൾ എന്തൊക്കെയോ ആയിട്ട് എങ്ങനെയല്ലോ കഷ്ടിച്ച് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് മെയിനായിട്ട് വീഡിയോ ആക്കി ഇടുന്നത് തന്നെ അഥവാ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും കൂടി ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ണിലൊക്കെ മരുന്നൊക്കെ എത്തിച്ച് കൊടുത്തു. പിന്നെ ഞാൻ വായിൽ ഒരു ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കോഴികൾക്ക് വിറ്റാമിൻ്റെ മരുന്ന് നിർബന്ധമായിട്ടും കൊടുക്കണം. പിന്നെ അതുപോലെ ഗ്ലൂക്കോസ് പൊടി, അതൊക്കെ കോഴികൾക്ക് കലക്കി കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. എന്നാൽ അവരുടെ ആരോഗ്യം മെച്ചപ്പെടുകയും അവശ്യ നിലയിൽ നിന്ന് അവർ നല്ല രീതിയിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ്, അതായത് എൻ്റെ ഈ കുഞ്ഞറിവിലുള്ള വീഡിയോസ് ഞാൻ വീണ്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്നെപ്പോലെ തന്നെ വീട്ടുവരുമാനം ആഗ്രഹിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ